ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് അധികം പേരുണ്ട് നമ്മളുടെ മീറ്റിംഗിൽ. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ് ടു ഹാവ്. നമ്മുടെ എണ്ണത്തിൽ ആൾക്കാർ കൂടി വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സോ ഗൈസ്, ദിസ് ഇസ് ഹൗ ദ മാർക്കറ്റ് മൂവ് ടുഡേ. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ക്യാൻഡിൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നോട്ട് എ ഗുഡ് സീൻ ടു ഹാവ്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒട്ടും എളുപ്പമായിരുന്നില്ല ഇന്നത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. 270 പോയിന്റ്സ് താഴത്തോട്ട് വന്നു. അതേപോലെ തന്നെ അത്രയും പോയിന്റ് തന്നെ മാർക്കറ്റ് ഹെവിലി റാലി ചെയ്ത് ആ ഒരു കളക്ഷൻ തിരിച്ച് എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ്ലി മാർക്കറ്റ് റിക്കവർ ചെയ്ത് മേലോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് 30 മിനിറ്റ്സ് ഉണ്ടായ റാലി തന്നെ അതിന് ഒരു ഉദാഹരണമായിരുന്നു. 24,800 എന്ന് പറയുന്ന ലെവലിൽ ഇന്ന് ബ്രേക്ക് ചെയ്യത്തില്ലെന്നാണ് കരുതിയത്. വൈ? ബിക്കോസ് അത്രയും കോൾ ഓപ്ഷൻസ് അവിടെ റിട്ടേൺ ആയിരുന്നു. സീ ദിസ്, ഞാൻ ആ ഒരു സ്ട്രൈക്ക് ഒരിക്കലും ലോഡ് ചെയ്യാതെ കീപ്പ് ചെയ്തതാണ് നിങ്ങളെ എല്ലാവരും കാണിച്ചു തരാനായിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഹെവിലി കോൾ റൈറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു പൊസിഷനാണ്. അവിടെയാണ് മാർക്കറ്റ് ഇന്ന് ഇങ്ങനെ മാറിയത്. യു ക്യാൻ സീ ദിസ് 24,850 ആ കോൾ ഓപ്ഷൻസ് എല്ലാം നീങ്ങിയായിരുന്നു. സി പുട്ട് ഓപ്ഷൻസ് 24,800 ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷൻസും റിട്ടേൺ ആയി. സോ അത്രയും വലിയൊരു മൂവ്മെന്റ് ഇവിടെ സംഭവിച്ചായിരുന്നു. ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് 24,800 സംഭവിച്ചിരിക്കുന്നത്. ലുക്ക് ദിസ്, ആഫ്റ്റർ 3 എന്താണ് സംഭവിച്ചത്? 3 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം ഹൈ ക്രിയേറ്റ് ചെയ്തത് 40 രൂപ 33 റുപ്പീസിലാണ് ആ ഒരു പ്രീമിയം എൻഡ് ചെയ്തിരിക്കുന്നത്. 3 രൂപയിൽ നിന്ന് 40 രൂപയിലേക്കാണ് പ്രീമിയം ജസ്റ്റ് സ്പൈക്ക്. സോ അതായിരുന്നു ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതായിരുന്നു. ഈ ലാസ്റ്റ് 30 മിനിറ്റ്സിൽ ഉണ്ടായ റാലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. നോ, ഇതല്ല ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ അവസാനത്തെ 30 മിനിറ്റ് ആണോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് നോ. അത് എപ്പോഴായിരുന്നു നമ്മളെ ട്രാപ്പ് ചെയ്തത്? ദേ ട്രാപ്ഡ് അസ് അറ്റ് ദ വെരി ബിഗിനിങ്. നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ ഇതാണ്, നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ നേരവും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇരുന്ന ഏറ്റവും വലിയ പാഠം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിന്നായിരുന്നു. എന്താണ് ഇന്ന് രാവിലെ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 15 മിനിറ്റിന് ശേഷം എങ്ങനെയാണ് ഈ അവസാനത്തെ 30 മിനിറ്റ് കൊണ്ട് FIS നമ്മളെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചതെന്നും ഐ വിൽ ജസ്റ്റ് ഷോ യു. സീ ദിസ്, ഇത് 24,900ഉം 24,550 സി, അത് ഏതൊക്കെ പൊസിഷനാണ്? 24,900, 24,550, ഈ രണ്ട് സ്ട്രൈക്കുകളുടെ കമ്പൈൻഡ് പ്രീമിയം ആയിരുന്നു നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ കമ്പൈൻഡ് പ്രീമിയംസ് കാണിക്കാറുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതാണ് ഇന്നത്തെ ദിവസത്തെ കമ്പൈൻഡ് പ്രീമിയം. സ്റ്റാർട്ടിങ് എത്ര രൂപയിലാണ് തുടങ്ങിയത്? 100 രൂപയിലാണ് കമ്പൈൻഡ് പ്രീമിയം ഇന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് എന്താണ് സംഭവിച്ചത് നോക്കിക്കേ. ആദ്യത്തെ 20 മിനിറ്റിൽ 100 രൂപ ഉണ്ടായിരുന്ന കമ്പൈൻഡ് പ്രീമിയം നേരെ വന്നത് 24 രൂപയിലേക്കാണ്. എത്ര ശതമാനം ആണ് അവിടെ ഡീകേ സംഭവിച്ചിരിക്കുന്നത്? 80%. 80% ഡീകേ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അവിടെ, അല്ലെ? 80% ഡീകേ സംഭവിച്ചു. ബാക്കി മാർക്കറ്റിൽ 9:30 തൊട്ട് നമ്മള് 9:30 തൊട്ട് 3:30 വരെ നമ്മൾ മാർക്കറ്റിൽ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് എത്ര ശതമാനം ഡീകേക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്? 20%ന് വേണ്ടിയിട്ട്. സി, ഓൾറെഡി ആദ്യത്തെ 15 മിനിറ്റിൽ 80% ഡീകേ സംഭവിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 20%ന് വേണ്ടിയിട്ട് നമ്മൾ 6 മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? ഇതിന്റെ ഇടക്ക് വരുന്ന എല്ലാ സ്പൈക്കുകളും, എല്ലാ അൺസർട്ടനിറ്റി, ഇതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടി വരും. എല്ലാവരുടെയും സിസ്റ്റം ഈ ഒരു 80% ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഡിസൈൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലല്ലേ. 80%ഉം ഞാൻ ആദ്യത്തെ 80% ഡീകേ ആദ്യത്തെ 15 മിനിറ്റിലുണ്ടാവും. സോ എന്റെ ഫുൾ ക്യാപിറ്റൽ 100% ഓഫ് ക്യാപിറ്റലും ഞാൻ ആദ്യത്തെ 15 മിനിറ്റ്സിൽ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരിക്കലും അല്ല. അവരെന്തായിരിക്കും ചെയ്യുക? ഡെഫിനറ്റ്ലി കുറേശ്ശെ ക്വാണ്ടിറ്റി, മേ ബി ഓരോ സമയം ബേസ് ചെയ്തിട്ടായിരിക്കും അവർ എൻട്രി എടുക്കുക. ആദ്യമേ ഒരു 20%, വീണ്ടും ഒരു 20%, വീണ്ടും 20, 20, 20. ഇങ്ങനെയാണ് ഒരാൾ ഇന്നത്തെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തതെന്ന് എഴുതുക. വെരി ടോപ്പ് 100 രൂപയിൽ ആദ്യത്തെ എൻട്രി കിട്ടി. എത്ര രൂപയിൽ? 100 റുപ്പീസിൽ കിട്ടിയെന്ന് കരുതുക. നെക്സ്റ്റ്
അടുത്ത എൻട്രി വന്നിരിക്കുന്നത് എത്ര രൂപയിലായിരിക്കും? 80 റുപ്പീസ്, 60 റുപ്പീസ്, 40 റുപ്പീസ്, 20 റുപ്പീസ് അല്ലെ? ഇങ്ങനെയായിരിക്കും എൻട്രീസ് പോയിരിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും ഈ ഒരു കംപ്ലീറ്റ് ഫ്ലോ ആദ്യമേ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവര് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് പോലും പൊസിഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതും ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ അത് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഒരു ആവറേജിങ് വീണ്ടും താഴത്തോട്ട് പോകും. നമ്മൾക്ക് ഏകദേശം 17 രൂപയിലും 10 രൂപയിലും താഴെ പോയി 6 രൂപയിലും ഒക്കെ പൊസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ടോട്ടൽ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ സെല്ലിങ് ആവറേജ് എന്ന് പറയുന്നത് ശരിക്കും താഴത്തോട്ട് തന്നെ വരും. എത്രയൊക്കെ വരുമായിരിക്കും? ഓൾമോസ്റ്റ് അത് പോയി നിൽക്കുക എന്ന് പറയുന്നത് 30 റുപ്പീസിലോ 40 റുപ്പീസിലോ ആവറേജ് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പൈക്ക് ഏറ്റവും അവസാനം ആവറേജ് സപ്പോസ് നമ്മള് 24,800നെ ഒരു ആവറേജ് കോസ്റ്റ് രാവിലെ തൊട്ട് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആവറേജ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു 60 റുപ്പീസിൽ നമ്മൾ ഇന്ന് സെല്ല് ചെയ്തെന്ന് കരുതുക. ആ ഒരു സാഹചര്യത്തിൽ പോലും ഇവിടെ നിന്നുണ്ടായ സ്പൈക്ക് നമ്മളുടെ പ്രീമിയത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഡെഫിനിറ്റ്ലി. നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് പോയിരിക്കുന്ന ലെവല് 40 റുപ്പീസിലേട്ടേ പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഇവിടെ ആവറേജ് 60 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ചെയ്തിരിക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ ട്രേഡിൽ തന്നെ നമ്മളുടെ ആവറേജ് 60ൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ ഇവിടെ? ഇല്ല. ആദ്യത്തെ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തില്ല. രണ്ടാമത്തെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ 80 റുപ്പീസ് കിട്ടി. പിന്നെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സലായി നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുത്തില്ല. രണ്ടാമത്തെ നമ്മുടെ ട്രേഡ് 40 റുപ്പീസിലോട്ട് വരും. അടുത്ത നമ്മൾ ട്രേഡ് ഇവിടെയാണ് എടുത്തിരിക്കണതെന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ വന്നപ്പോൾ ബാക്കി ട്രേഡുകൾ എല്ലാം അക്യുമുലേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ആവറേജ് എത്ര രൂപ വരും? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 80 റുപ്പീസ് നമ്മുടെ ട്രേഡ് ഉണ്ട്. 40 റുപ്പീസിലുണ്ട്. പിന്നെ ഉള്ള നമ്മളുടെ 6 റുപ്പീസിൽ 6 റുപ്പീസിൽ 3 റുപ്പീസിലായിരിക്കും. സി ഇതാണ് നമ്മൾ ഇന്ന് 5 പൊസിഷൻസ് നമ്മൾ എൻറ്റർ ചെയ്താൽ നമുക്ക് വരുന്ന ആവറേജ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം എത്രയാണ് നമ്മുടെ ആവറേജ് എന്ന്. ആവറേജ് വിൽ ബി 27. ആവറേജ് പ്രൈസ് ഓഫ് സെൽ വിൽ ബി 27. സോ രാവിലെ തൊട്ട് എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് ട്രേഡ് എടുത്ത് ആവറേജ് പ്രൈസ് 27ൽ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും അവസാനം ട്രാപ്പ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു സ്പൈക്ക് മേളിലോട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി 27ൽ നിന്ന് മേളിലോട്ട് ആ ഒരു പ്രീമിയം പോയിട്ടുണ്ടെങ്കിൽ വി വിൽ ഓട്ടോമാറ്റിക്കലി സെൽ ഓഫ്. കാര്യം 3 o'clock ശേഷം വരുന്ന സ്പൈക്കുകൾ 3 മണിക്ക് ശേഷമാണ് ആ ഒരു സ്പൈക്ക് വന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ആകാൻ നേരം നമ്മൾ ഒരിക്കലും ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കത്തില്ല. കാര്യം ഇത് 40 റുപ്പീസിൽ നിന്നല്ല, 40ൽ നിന്ന് 50യിലോട്ട് പോകുമോ, 60യിലോട്ട് പോകുമോ, 70യിലോട്ട് പോകുമോ എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ആ രീതിയിലുള്ള സ്പൈക്ക് എനിവേ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ സ്പൈക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആവറേജ് ചെയ്ത് സെല്ല് ചെയ്ത് പൊസിഷൻസ് ഹോൾഡ് ചെയ്ത എല്ലാവർക്കും ഏറ്റവും അവസാനമായപ്പോൾ അവർ എടുത്ത ഗെയിൻ അവരെന്താണോ ലാഭം ഉണ്ടാക്കിയത് മാർക്കറ്റിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ട്രാപ്പ്. സോ ട്രാപ്പ് ചെയ്തത് അവസാനത്തെ 30 മിനിറ്റ്സിലാണോ? അല്ല. ദേ ട്രാപ്ഡ് അസ് അറ്റ് ദ വെരി ബിഗിനിങ്. ഏറ്റവും ആദ്യമേയാണ് ഇന്ന് മാർക്കറ്റിൽ ട്രാപ്പ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് ഹൗ ഐ അണ്ടർസ്റ്റാൻഡ് ടുഡേയ്സ് മാർക്കറ്റ്. ഇത് വലിയൊരു ലെസൺ ആണ്. മാർക്കറ്റ് നിങ്ങൾ ട്രേഡ് ചെയ്ത് വരാൻ നേരം, മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് വരാൻ നേരം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇനി യൂഷ്വലി ഞാൻ പറയുന്ന പോലെ തന്നെ എന്റെ റിട്ടേൺ 0.75% ആണ് റിട്ടേൺ. എനിക്ക് ഈ ഒരു രീതിയിലുള്ള മാർക്കറ്റ്സ് മുമ്പും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് മൂവ്ഡ് അവേ. ഞാൻ 24,800ൽ എനിക്ക് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഏറ്റവും അവസാനമായപ്പോഴേക്കും ഈ ഒരു പ്രീമിയം ജസ്റ്റ് somewhere here 2 rupees 55 പൈസ സോറി 2 രൂപ 50 പൈസ ആ ഒരു റേഞ്ച് ഒക്കെ ആയപ്പോൾ 2.60 പൈസ ആ ഒരു റേഞ്ച് ഒക്കെ ആയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് ഐ മൂവ്ഡ് ഇറ്റ് ഫ്രം 24,800 ടു 24,900. അതേപോലെ തന്നെ താഴത്തും ഐ മൂവ്ഡ് ഇറ്റ് ഫ്രം 24,700 ടു 24,600. സോ ഐ ഗോട്ട് ദ മാക്സിമം ഡി കെ. ആ ഒരു സമയം കൊണ്ട് എനിക്ക് നല്ല ഡി കെ കിട്ടി. എന്തുകൊണ്ടാണ്? വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മാറാനായിട്ട് ഇറ്റ് ഈസ് മന്ത്ലി എക്സ്പയറി. മന്ത്ലി എക്സ്പയറീസിന് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി മൂവ്മെന്റ് ഉണ്ടാകുന്ന ഉള്ള കാര്യം പോസിബിൾ ആണ്. അത് ലിറ്ററലി ഞാൻ ഞാൻ ആഗ്രഹിച്ചെന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മാർക്കറ്റിൽ ഹെവി സ്പൈക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. 3 റുപ്പീസിലുള്ള പ്രീമിയം നേരെ 70 റുപ്പീസ് 80 റുപ്പീസിലോട്ട് ഒറ്റയടിക്ക് വിത്തിൻ
2 to 3 seconds നമ്മൾ അന്ന് കണ്ടതുപോലെ, ഇല്ലെങ്കിൽ 1 to 2 minutes പോകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. മാർക്കറ്റ് കുറച്ച് ഡിലേഡ് ആയിട്ട് പയ്യെയാണ് മൂവ് ചെയ്തത്. പക്ഷെ ദാറ്റ് വാസ് എ ലിക്വിഡേറ്റിംഗ് മൂവ്മെന്റ്. നമ്മുടെ മാർക്കറ്റിൽ ആ രീതിയിലുള്ള ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റും കാണാനായിട്ട് സാധിച്ചത്. അവര് മാനിപ്പുലേറ്റ് ചെയ്തതല്ല, ഡെഫിനറ്റ്ലി ആ ഒരു ബൈയിങ് ഇന്ന് മാർക്കറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഒരു മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത്. സോ നമ്മള് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഡെഫിനറ്റ്ലി നല്ല സ്ട്രഗിൾ ആയിരുന്നു ഇന്ന്. ആക്ച്വലി ഞാനും കുറച്ച് ടയേർഡ് ആയിരുന്നു. മാർക്കറ്റ് കുറച്ച് ചാലഞ്ച് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇടയ്ക്ക് കുറച്ച് സ്പൈക്സും കാര്യങ്ങളും വന്നായിരുന്നു. ഇന്ന് ഈ സീറ്റിൽ ഞാൻ രാവിലെ 8:30 വന്നതാണ്. ഇതുവരെ ജസ്റ്റ് എനിക്ക് വീട് അടുത്താണ്, വീട്ടിലോട്ടൊന്ന് പോകാൻ പോലും സാധിച്ചിട്ടില്ല. ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ഇരുന്നു. അതിനുശേഷം നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഡെഫിനറ്റ്ലി ഇപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ഇതിന് ശേഷം മാത്രമേ ഇനി ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല തലവേദനയുണ്ട്. ഇറ്റ്സ് ഓക്കെ, പ്രിറ്റി മച്ച് പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷെ നമുക്ക് ഈ സെക്ഷൻസ് മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് വന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു അനാലിസിസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വന്നൊരു അനാലിസിസ് ആണിത്. ഓക്കെ ഗൈസ്, ഒരു ചെറിയൊരു കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതാണ്. സോ ദാറ്റ് ഈസ് ഹൗ മാർക്കറ്റ് ബിഹേവ് ടുഡേ. ഇങ്ങനത്തെ രീതിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇങ്ങനത്തെ മാർക്കറ്റ്സ് കാണുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആഫ്റ്റർ 1:30 നിങ്ങൾ ആ ഒരു മാർക്കറ്റിൽ നിന്ന് പയ്യെ മാറിക്കോ. യു വിൽ ഗെറ്റ് ഗുഡ് പ്രീമിയം അറ്റ് എബവ്. സി നമ്മൾ ഇതും കൂടെ കാണിച്ചു തരാം. 24,850. സി ഒന്നുമില്ലായിരുന്നു പ്രീമിയം. പ്രീമിയം വാസ് ലിറ്ററലി നത്തിങ്, 85 പൈസ. ദാറ്റ് വെന്റ് ടു 4 rupees, 5 rupees. സോ ഇറ്റ് വാസ് എ സേഫർ ട്രേഡ്, റൈറ്റ്? നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും 3 രൂപ 1000 ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് ഒരു 3,000 rupees അറ്റ് ദ വെരി എൻഡ് നിങ്ങൾക്ക് ഈസിലി മേക്ക് ചെയ്ത് മാറാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു പോസിറ്റീവ് കൂടെ ഉണ്ട്. നമുക്ക് നല്ല DK ഒരു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് മാറി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അൺലെസ് ഇറ്റ് ഈസ് ആൻ എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഗൈസ്, ഇതായിരുന്നു എനിക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു അനാലിസിസ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അതും കൂടെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, രാജേഷ്, സുദീപ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ട്രേഡ് ചെയ്തായിരുന്നു? ഹായ് ഹായ്. ഇന്ന് ഞാന് സോറി ട്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ ലൈനിലുണ്ടോ? ഇല്ല സുദീപ് പറഞ്ഞോളൂ. ഞാനിത് ട്രെയിൻ എടുത്തായിരുന്നു സാറ് പറഞ്ഞ പോലെ തന്നെ. ഞാൻ പക്ഷെ ഇന്ന് ബൈങ്ങിലേക്കാ പോയത്. കാരണം എന്താണെന്നറിയില്ല, ഇന്ന് മൈൻഡ് അങ്ങനെയായിരുന്നു. പക്ഷെ ലോസിൽ ഇറങ്ങി. പക്ഷെ മാനേജബിൾ ലോസ് ആണ്. നമ്മുടെ ഇപ്പൊ ക്യാപിറ്റൽ ലോസ് എടുത്തിട്ടു ക്ലോസ് ചെയ്തു. അതായത് ആ CPR നമ്മൾ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്തേ. അപ്പൊ ഇതില് കോമഡി എന്ന് വെച്ചാൽ ആ ഒരു CPR പ്രൊജക്ട് ചെയ്തിട്ട് ആ കാൻഡിൽ ക്ലോസ് കിട്ടിയ വഴിക്ക് തന്നെ CE 24,800 ഞാൻ ബൈ ചെയ്തു. ബട്ട് അത് നേരെ മുകളിലേക്ക് പോണ പോലെ കാണിച്ചിട്ട് നമ്മൾ ട്രാപ്പ് ആക്കി. കറക്റ്റ് അതന്നെ ആ പൊസിഷൻ എടുത്തേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതന്നെ അത് നമ്മള് പ്രതീക്ഷിച്ച ബാങ്ക് നിഫ്റ്റിയും അറ്റ് എ ടൈം മുകളിലേക്ക് തന്നെയായിരുന്നു മൂവിങ് കാണിച്ചിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടും ഒരേപോലെ പോകുന്നതുകൊണ്ട് മുകളിലേക്ക് പോകുന്ന വിചാരിച്ച് എടുത്തു. ബട്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിരുന്നല്ലോ, ഡൗട്ട് ഉണ്ടായിരുന്നു മന്ത്ലി എക്സ്പയർ ചെയ്തുകൊണ്ട്. അപ്പൊ ഇനിയിപ്പോ നാളെ തൊട്ട് ഫുൾ സ്വിംഗിൽ തന്നെ ട്രേഡിങ്ങിലേക്ക് സെറ്റ് ആവാണ്. കാരണം വർക്കുകളൊക്കെ ശനി ഞായർ മാത്രമേ ഉള്ളൂ ഇനി. അപ്പൊ സുഖമായിട്ട് ഇനി ട്രേഡ് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. അപ്പൊ സെല്ലിങ്ങിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാറിന്റെ പോലെ തന്നെ ഒരു നാളെ തൊട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ. പിന്നെ സാറേ, എനിക്ക് ആ ഫയേഴ്സ് ഒന്ന് ഒഴിവാകുമ്പോ സാറിന്റെ തിരക്ക് കഴിയുമ്പോ എനിക്കൊന്ന് സെറ്റ് ആക്കി തന്നോളൂട്ടാ. ഓക്കെ, ഞാൻ ഒന്നും ശരിയായിട്ടില്ല. ക്ലിയർ ചെയ്ത് തരാം. ഞാനത് ജസ്റ്റ് അതിലോട്ട് അധികം ഇല്ല, തിരക്കില്ല, കുഴപ്പമില്ല. ഞാൻ അപ്സ്റ്റോക്സിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഫുള്ളായിട്ട് ഏകദേശം ഒരു 50% സമയം ഞാനിപ്പോ ട്രേഡിങ്ങിലേക്ക് മാറ്റിയ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബൈങ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇത് നല്ല അനാലിസിസ് തന്നെ, വളരെ മാനേജബിൾ ആയിരിക്കും. ഇന്നത്തെ ലോസ് എന്നറിയാം. കാര്യം CPR ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നപ്പോൾ തന്നെ ഡെഫിനറ്റ്ലി അത് എക്സിറ്റ് ചെയ്ത് കാണുമെന്ന് അറിയാം. സോ വളരെ ചെറിയ ലോസ് ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി CPR ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബ്രേക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ മറലിലും പറഞ്ഞത് നമുക്ക് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ചാർട്ട് നോക്കിയിട്ട് പറയാൻ വളരെ എളുപ്പമാണ്. ആ സമയത്ത് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നല്ലൊരു ഡൗൺ സൈഡ് CPR ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നുണ്ടായിരുന്നു.
സോ മാർക്കറ്റ് അവേഴ്സിൽ നമുക്കത് തോന്നില്ല സാറേ. നമുക്ക് തോന്നില്ല മുകളിലേക്ക് തോന്നില്ല. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഫുള്ള് മുകളിലേക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ അതെ 24/700 ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിരുന്നു. ആ സമയത്ത് ഇനി എടുക്കാനും പറ്റിയില്ല. ആ വലിയ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ താഴെ തോന്നില്ലേ 24/700 ആ ഈ ഒരു അതന്നെ. ഈ ഒരു അവിടെ ഒരു 1 മിനിറ്റിന് പ്രൈസ് ആക്ഷൻ കാണിച്ചിരുന്നു നമുക്ക്. ഓക്കെ അത് അവിടെ നിന്ന് ഒരു 2-3 എന്തായാലും അവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബിങ് നടക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എടുക്കാൻ തോന്നിയില്ല. എന്നിട്ട് മുകളിലേക്ക് പോണം നോക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. എപ്പോഴും പിന്നെ നമുക്ക് ഈ ഒരു പിന്നെ 24/800 15 മിനിറ്റ്സിന്റെ 200 EMI ഉണ്ടായിരുന്നു അവിടെ. 24/800 കാലത്തൊട്ട് തന്നെ 24/800 നമുക്ക് 200 EMI ഉണ്ടായിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്തപ്പോ എന്തായാലും മുകളിലേക്ക് മൂവ്മെന്റ് ഇതൊക്കെ നമുക്ക് അറിയാം. ഉള്ളിൽ ഇങ്ങനെയൊക്കെ വരും ഇന്നപോലെയൊക്കെ പോകുന്നൊക്കെ അറിയാം. പക്ഷെ ഇതൊന്നും എടുക്കില്ല. ഇല്ല കുഴപ്പമില്ല. നമ്മള് എല്ലാം ഇന്നലെ 700 ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ട്രേഡുകൾ നമുക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ സൈസിങ് മാത്രം. റിസ്ക് എന്താണെന്ന് ഉള്ള കാര്യം നോക്കിയിട്ട് മാത്രം ചെയ്യാൻ. 1% സാർ എന്താ പറഞ്ഞ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. 1% കുറച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നല്ല കാര്യമാണ്. മാക്സിമം ഇപ്പോ നേരത്തെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമാണ്. എന്റെ കയ്യിൽ 5 രൂപയാണ് ഉള്ളതെങ്കിൽ അതിനകത്തുനിന്ന് 50 പൈസ മാത്രം ട്രേഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടാൽ മതി. 50 പൈസ വിൽ ഡെഫിനറ്റ്ലി ഗോ ടു 5 റുപ്പീസ്. പേടി അവിടെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, നല്ല എൻട്രി ആണ് ബൈങ്ങിൽ കിട്ടിയെങ്കിൽ 50 പൈസ 5 രൂപയിലോട്ട് പോയിക്കോളും. അതിൽ നമ്മൾ ബുദ്ധിമുട്ട് നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരൊറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ. ഹലോ പറഞ്ഞോളൂ രാജേഷ്. സാറേ ഓപ്ഷൻ സെല്ലിംഗ് ആണോ ചെയ്യുന്നത് മെയിനായിട്ട്? ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ബേസിലാണ് ഡിസ്കസ് ചെയ്യാറ്. കാര്യം നമ്മളൊരു മജോറിറ്റി ആൾക്കാർ നമ്മുടെ മാർക്കറ്റിൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ ബേസിൽ ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിട്ടാണ്. എനിക്ക് ബൈങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈങ്ങിലെ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമ്മൾ ഗ്രാബ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമായിട്ട് വരും. സോ അത് ഒരുപാട് പേരെ മാർക്കറ്റിലേക്ക് പുൾ ചെയ്യും. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റിയാലിറ്റി പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് വലിയ ക്യാപിറ്റൽ ആണ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓപ്ഷൻ ബൈങ്ങിലേക്ക് വരാൻ നേരം ആ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോ ഞാന് ഡെയിലി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വാച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ട്രേഡ് എടുക്കാറില്ല. ഭയങ്കര ശരിക്കും പേടിയാണ്. സ്റ്റോക്കില് ട്രേഡ് ചെയ്യാറുണ്ട്. ഇന്ന് ഓക്കെ സ്റ്റോക്കില് ഒരു 1% പ്രോഫിറ്റ് ആയിരുന്നു. കഴിഞ്ഞ 4 ദിവസവും പ്രോഫിറ്റ് തന്നെയായിരുന്നു. ഗുഡ് ഒരു ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ആ ഒരു 50,000 ക്യാപിറ്റൽ വെച്ചിട്ട് ഒരു 1% കഴിഞ്ഞ 4 ദിവസവും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിൽ നേരത്തെ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് ലോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒത്തിരി പേടിയാണ്. ഇല്ല രാജ് അങ്ങനെ പേടിക്കണ്ട കേട്ടോ. നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മള് അത് മിനിമം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഒരു 2000 സ്റ്റോപ്പ് ലോസ് വെക്കും പോലെയാണ്. അത് നമ്മുടെ ക്യാപിറ്റലിന്റെ നോക്കുമ്പോൾ ഒരു 2% ഒക്കെ വരും പോലെയാണ്. അത് ശരിക്കും അത് നമ്മൾ ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞിട്ട് 2000 ഗിവ് ചെയ്യാൻ നേരം ഉദ്ദേശിച്ച രീതിയിൽ ഓട്ടോമാറ്റിക്കലി 4% റിസ്ക് ആണ് ഓരോ ട്രേഡിലും എടുക്കേണ്ടി വരുന്നത് അല്ലേ? അത്രയും അധികം 2% തൊട്ട് 4% വരെ റിസ്ക് എടുക്കേണ്ടി വരും. ഒന്നുമില്ല അവിടെ. പക്ഷെ പ്രഡിക്ഷൻ അനാലിസിസ് ഒക്കെ കറക്റ്റായി വരാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളിത് ഇതിന് നിലനിൽപ്പല്ല പ്രശ്നം. അതുകൊണ്ട് നമ്മള് വൈപ്പ് ഔട്ട് ആയി പോകരുത് പറഞ്ഞു. ഓക്കെ ഞാൻ ഇപ്പൊ സുദീപിനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉപകാരമാവുമെന്ന് തോന്നട്ടെ. നമ്മൾ ക്യാപിറ്റൽ കുറച്ച് വെക്കുക. ബൈങ്ങിലേക്ക് വരാൻ നേരം നമ്മൾക്ക് എൻറ്റയർ ക്യാപിറ്റൽ യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നമ്മൾ ഓവർ ലിവറേജ്ഡ് ആണ് അവിടെ അല്ലെ. നമ്മൾക്ക് ഓൾറെഡി സെല് ചെയ്യാനാണെങ്കിൽ 1.6 lakhs നമുക്ക് ഹെഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നേക്കഡ് ആയിട്ട് സെല്ല് ചെയ്യാനായിട്ട് 1.6 lakhs നമുക്ക് വേണ്ട സാഹചര്യത്തിൽ ബൈങ് നമുക്ക് എത്ര വളരെ ചെറിയ പ്രൈസിലുള്ളതാണ് നമ്മൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എമൗണ്ട് ഒന്നും വേണ്ട. മാക്സിമം 10,000 rupees ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 1.5 ലക്ഷം രൂപ വേണ്ട സാധനത്ത് നമ്മൾ 10,000 രൂപയ്ക്ക് നമ്മൾക്ക് ബൈയിങ് ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 1.5 ലക്ഷം രൂപയ്ക്കും നമ്മൾ പൊസിഷൻ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ കയ്യിൽ ഇപ്പൊ 1.5 ലക്ഷം രൂപ ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ പൊസിഷൻ എടുത്താൽ ഇതിന്റെ 15 ടൈംസ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. സോ ഓൾറെഡി എന്റെ ലിവറേജ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലിങ്ങിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഞാൻ 26 രൂപയ്ക്ക് സെല്ല് ചെയ്ത് മേലോട്ട് പോയാൽ എനിക്ക് ഒരു ലോട്ടിന്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നേരെ മറിച്ച്
₹26 ഇവിടെ നിന്ന് ഞാൻ ട്രെയിൻ എടുത്ത് താഴത്തോട്ട് വന്നാൽ എനിക്ക് 15 ലോട്ടിന്റെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്താൽ. സോ എന്താണോ നമ്മൾക്ക് സെല്ലിങ്ങിന് വേണ്ട ക്യാപിറ്റൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ബൈയിങ് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്താൽ നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിരുന്നു. ഹലോ സാർ, ഇന്ന് പ്രോഫിറ്റിലായിരുന്നു? ഇന്ന് പ്രോഫിറ്റ് ആയിരുന്നു. 0.75% പ്രോഫിറ്റാണ് ഇന്ന് ഇറങ്ങിയത്. സോ ഞാൻ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ട്രേഡ് എടുക്കുന്ന ഒരാളാണ്. സോ ഇന്ന് ആദ്യത്തെ ക്യാൻഡിൽസ് കണ്ടാൽ മനസ്സിലാവും. നല്ല ഡിക്ക് ആദ്യം തന്നെ കിട്ടി. സോ 9.5 ആയപ്പോൾ തന്നെ പെർസെന്റേജ് 0.3% മേലോട്ട് ക്യാപിറ്റലിന്റെ പോയി കഴിഞ്ഞായിരുന്നു. സോ അത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്തു. അവസാനം മൂവ്മെന്റ് ഞാൻ ഇതേപോലത്തെ മാർക്കറ്റ്സ് മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ മൂവ്മെന്റ് ഓൾമോസ്റ്റ് വരുമെന്ന് സർട്ടൺ ആയിരുന്നു. പിന്നെ മന്ത്ലി എക്സ്പയറിംഗ് കൂടെ ആയിട്ട് റിസ്ക് കുറച്ച് നിന്നത് കൊണ്ട് മാത്രം അഡീഷണൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇന്ന് ആ പൊസിഷനിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നത് 0.75 എന്നുള്ളത് ഡെഫിനറ്റ്ലി അത് താഴത്തോട്ട് വന്ന് 0.4 0.35 എൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നേരും. അത് ഇൻഡിക്കേറ്റർ CPR ഇൻഡിക്കേറ്റർ ആണോ അത് ഉപയോഗിക്കുന്നത്? ഞാൻ CPR യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നോർമലി വീഡിയോകളിലും കാര്യങ്ങളും പറയാറുള്ള കാര്യമാണ്. ഞാൻ CPR ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. CPR മാത്രമേ ഞാൻ കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്റെ ചാർട്ടിൽ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ CPR ബ്രേക്ക് ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ അഡീഷണൽ കോൾ ഓപ്ഷൻസോ കാര്യങ്ങളോ പോയി സെല്ല് ചെയ്യാറില്ല. ഞാൻ ഒരു ഇൻഡിക്കേറ്ററിനെ മാത്രം ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യത്തില്ല. ഞാൻ ഒരു നോൺ ഡയറക്ഷണൽ ട്രേഡറാണ്. സോ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പുട്ട് ഓപ്ഷൻ, ഞാൻ താഴത്ത് പുട്ട് ഓപ്ഷനിൽ സെല്ല് ചെയ്തിരിക്കുന്ന പൊസിഷൻ ലോസിലോട്ട് പോയാൽ മാത്രമേ ഞാൻ അതിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോൾ ഓപ്ഷൻസിൽ പൊസിഷൻസ് എടുക്കത്തുള്ളൂ. സോ അത് CPR ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ തന്നു എന്ന് പറഞ്ഞ് ഞാൻ ട്രേഡ് എടുക്കണമെന്നില്ല. എന്റെ പുട്ട് ഓപ്ഷൻ ആ സമയത്തും പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ഞാൻ അതേപോലെ വിടും. വാട്ട് ഹാപ്പൻസ് ഇസ് കോൾ ഓപ്ഷൻ ഇത് കുറച്ചും കൂടെ സ്റ്റാർട്ടുണ്ട്. ഇവിടെ നമ്മൾ CPR ബ്രേക്ക് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്തു. CPR താഴത്തോട്ട് ബ്രേക്ക് ചെയ്തു. എന്റെ പുട്ട് ഓപ്ഷൻ ഞാൻ രാവിലെ സെല്ല് ചെയ്തിരുന്ന പ്രൈസ് 80 രൂപയാണെന്ന് കരുതുക. അത് താഴ്ന്ന് CPR ബ്രേക്ക് ചെയ്താലും അത് 40 റുപ്പീസിൽ ആണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഞാൻ ഒരിക്കലും ഈ ഒരു 80 റുപ്പീസിൽ സെല്ല് ചെയ്ത് 40 രൂപ പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു പൊസിഷനെ ഞാൻ വീണ്ടും ആഡ് ഓൺ ചെയ്യുകയോ അതിന് എഗെയിൻസ്റ്റ് പൊസിഷൻ എടുക്കുകയോ വേണ്ട. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കോൾ ഓപ്ഷൻ എന്താണോ ഞാൻ മേളിൽ എന്റെ കോൾ ഓപ്ഷൻ ഇവിടെ എന്തായാലും എന്റെ കോൾ ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ടാവും. ആ കോൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി 80 റുപ്പീസിൽ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി 30 റുപ്പീസോ 28 റുപ്പീസ് 27 റുപ്പീസോ ഒക്കെ ആയി കാണും. സോ ഓൾറെഡി ഈ രണ്ട് പൊസിഷൻസും പ്രോഫിറ്റിലാണെങ്കിൽ ഞാൻ വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്യത്തില്ല. ഇല്ല ഇൻ കേസ് ഇപ്പൊ CPR ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്ന സമയത്ത് ഈ 40 റുപ്പീസ് 80 റുപ്പീസിലോട്ട് പോയെന്ന് കരുതുക. സോ ഇവിടെ എന്റെ അഡ്ജസ്റ്റ്മെന്റ്സുമായിട്ട് ഒരു രീതിയിലും ഇത് മാച്ച് ആവത്തില്ല. മേലിൽ എത്ര ഉണ്ടാവും? 30 റുപ്പീസ് അല്ലെ, താഴത്ത് 80 റുപ്പീസ്. സോ ഒരിക്കലും മാച്ച് ആവാത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി ഒന്നെങ്കിൽ ഞാൻ ഇവിടെ അഡീഷണൽ 50 റുപ്പീസിന്റെ കോള് സെല്ല് ചെയ്യും. സോ പ്രീമിയംസ് ബിക്കം മാച്ച്. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 50 റുപ്പീസിന്റെ കോൾ ഈ ഫോളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സെല്ല് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ കോൾ ഓപ്ഷൻ ഡബിൾ ദ ക്വാണ്ടിറ്റി ആക്കി മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 30 നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇവിടെ 30 റുപ്പീസ് ആണ് ഈ പ്രീമിയം. ഇവിടെ 30 റുപ്പീസ് ആയിരുന്നു പ്രീമിയം. ഈ 30 റുപ്പീസിന്റെ ഒരു കോൾ ഓപ്ഷൻ കൂടെ സെല്ല് ചെയ്യും. അപ്പൊ 30 + 30 60 റുപ്പീസിന്റെ കോൾ ഓപ്ഷൻസിന് ഞാൻ പ്രീമിയം കളക്ട് ചെയ്ത് കയ്യിൽ പിടിക്കും. ഈ നേരത്തെ ഇത് ഞാൻ 80 തന്നെയാണ് സെല്ല് ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് ലോസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടെ കൂട്ടി. അത് അണ്ടർസ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജേഷ് അത് മനസ്സിലായിരുന്നു? സുദീപൻ? ഓക്കെ സാർ, മനസ്സിലായി സാർ. എനിക്ക് ഓക്കെയാണ്, പ്രശ്നമില്ല. ഓക്കെ. ഇല്ല സുദീപ്, ആ സൗണ്ട് ബ്രേക്ക് ആയിരുന്നു. ഞാൻ ഒന്നും കേട്ടില്ലായിരുന്നു. സോറി. ദിവസമൊക്കെ നമ്മള് തല്ലി തരണോണ്ട് സോറി. വെള്ളിയാഴ്ച ദിവസമൊക്കെ നമ്മൾ തല്ലി ചെയ്ത വലിയ DK കിട്ടില്ല അല്ലെ സാധാരണ നൽകി? ഇല്ല DK കിട്ടാൻ പോസിബിലിറ്റി കുറവാണ്. കാര്യം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഡേയ്സും കൂടെ എക്സ്പയറിലേക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു 2 ഡേയ്സിന്റെ ഗ്യാപ് ഫിയർ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. സോ ഫ്രൈഡേ ഈവനിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാസ്റ്റ് അവറിൽ ഇതേപോലത്തെ ഒരു മൂവ്മെന്റിന് എപ്പോഴും പ്രീമിയത്തിന്റെ കാര്യത്തിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ രാവിലെ നമുക്ക് നല്ല DK കിട്ടുമായിരിക്കും.
പക്ഷെ അതിന്റെ 50% ഒക്കെ തിരിച്ച് റീട്രേസ്ഡ് ആയിട്ട് ഒരു ഫിയറിന്റെ ബേസിൽ മാത്രം മൺഡേ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുമെന്ന് അറിയാത്തൊരു ഫിയർ ഉള്ളത് കൊണ്ട് റിസ്ക് എടുക്കാതെ ബൈ പ്രഷർ കൂടി DK എല്ലാം അപ്പൊ കമ്പനിയിൽ പോകാൻ പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് സെൻസെക്സിൽ എടുക്കാല്ലേ? അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച ദിവസം സെൻസെക്സിലായിരിക്കും നല്ലത് അല്ലേ? സെൻസെക്സിലാണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. യൂഷ്വലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഫുൾ ടൈം 3:30 വരെ ഫ്രൈഡേസ് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. യൂഷ്വലി എനിക്കൊരു നല്ല DK കിട്ടി എന്ന് തോന്നിയാൽ ഓൾമോസ്റ്റ് ഒരു 50% ഒക്കെ കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. 50% കിട്ടുവാണെങ്കിൽ നല്ലൊരു DK ആണ്. പിന്നെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ DK ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കൂടുതലായിട്ട് നിൽക്കാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഹയർ പ്രൈസ് ഉള്ള പ്രീമിയംസ് സെല് ചെയ്യും. അണ്ടർസ്റ്റാൻഡബിൾ ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇൻ ദ മണി അതെ എക്സ്പയറി ഡേയിൽ 100 രൂപയുടെ പ്രീമിയം ആണ് സെല് ചെയ്യുന്നതെങ്കിൽ നോൺ എക്സ്പയറി ഡേയിലേക്ക് വരാൻ നേരം അത് 200 രൂപയുടെ പ്രീമിയം സെല് ചെയ്യും. സോ ഇത് 100 സീറോയിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുപോലെ തന്നെ ഈ 200 അന്നത്തെ ദിവസം DK കിട്ടിയാൽ 100 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എക്സ്പയറി ഡേയുടെ അന്നും നോൺ എക്സ്പയറി ഡേയുടെ അന്നും DK കിട്ടിയാൽ ഏകദേശം സിമിലർ DK കിട്ടാനായിട്ട് ഹയർ പ്രീമിയംസ് ആയിരിക്കും കുറെ കൂടെ സെല് ചെയ്യുന്നത്. അത് പ്രീമിയംസ് ചൂസ് ചെയ്യുന്നത് ഇല്ല സുദീപ് സൗണ്ട് ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയാമോ? സ്റ്റാർട്ട് ചെയ്യാണ്. അത് കേട്ടില്ല അല്ലെ? അല്ല നാളെ തൊട്ടേ സെല്ലിങ്ങിലേക്ക് കടക്കാന്ന് പറയും. നാളെ തൊട്ടേ ഗുഡ് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. മാർക്കറ്റ് കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇന്നലെയും ഇന്നുമാണ് ഈ മാസത്തിലെ നല്ല ദിവസങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും സെല്ലേഴ്സിന് എഗെയിൻസ്റ്റ് ആയിരുന്നു മാർക്കറ്റ്. ഇന്ന് കുറച്ച് ആദ്യത്തെ അവേഴ്സിൽ ട്രേഡ് എടുക്കുന്നവർക്ക് നല്ല ദിവസമായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് വോളറ്റൈൽ ആണ് മാർക്കറ്റ്. നമ്മളുടെ ഈ വിക്സ് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. വിക്സ് ഇന്ന് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 9% അടുത്ത് വിക്സ് താഴത്തോട്ട് വന്നിട്ടുണ്ട്. സോ കുറച്ച് വോളറ്റാലിറ്റിക്ക് കുറവുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ച് വിക്സിന്റെ മൂവ്മെന്റ് അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ആയിരിക്കും. സോ അതൊരു ഡൗൺ ട്രെൻഡിലാണ് നമ്മൾ ഉറപ്പുവരുത്തണം. ബാക്കി എല്ലാ ദിവസങ്ങളിലും നോക്കിയാൽ അറിയാൻ പറ്റും വിക്സ് വാസ് ട്രാവലിംഗ് അപ്സൈഡ് അല്ലേ? സോ ഇന്നലെയും ഇന്ന് നോക്കിയാൽ വിക്സ് ഇസ് ട്രാവലിംഗ് ഡൗൺ സൈഡ്. സോ വിക്സിന്റെ മൂവ്മെന്റ് കൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇൻട്രാഡേയില് നമ്മൾ വിക്സിന്റെ ലെവൽസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പർട്ടിക്കുലർലി അന്ന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്നത് കമ്പൈൻഡ് പ്രീമിയംസ് ആയിരിക്കും. രണ്ട് സ്ട്രൈക്കുകളിൽ ഉണ്ടാവുന്ന കമ്പൈൻഡ് പ്രീമിയംസ് നോക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. സോ രാജേഷ് വേറെ എന്തേലും സുദീപിന്? ഹലോ സാറേ, ഈ അമേരിക്കൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് അഫക്ട് ചെയ്യോ? ചിലവര് അങ്ങനെ നാസ്ഡാക്ക് അതൊക്കെ നോക്കിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രൊഡിക്ട് ചെയ്യുന്ന. തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. അഫക്റ്റ് ചെയ്യാതിരിക്കത്തില്ല. കാര്യം ഒരു ഗ്ലോബലി ഇതെല്ലാം പ്യുവർലി ബിസിനസ് ഓറിയന്റഡ് അല്ലേ? നമ്മൾ അവിടെ ഇപ്പൊ ഒരു വാറോ കാര്യങ്ങളോ ഉണ്ടായെന്ന് കരുതുക അമേരിക്കയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിന് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ ഫ്ലൈറ്റ്സോ കാര്യങ്ങളോ അങ്ങോട്ടേക്ക് പറക്കത്തില്ല. അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസ് അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇന്ത്യൻ ബിസിനസ്സിനെ അവിടെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ നമ്മൾ ഇന്ത്യൻ ബിസിനസ്സിനെ ഡെഫിനറ്റ്ലി ബാധിക്കും. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബിസിനസ് ഓറിയന്റഡ്. റിലയൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇത് കണ്ടോളൂ. ഈ ഒരു നിഫ്റ്റിയുടെ മൂവ്മെന്റ് നമുക്ക് റിലയൻസുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് അവസാനം റിലയൻസ് എന്ന് പറയുന്ന കമ്പനി പെർഫോം ചെയ്തിട്ടുണ്ട് അവസാനത്തെ അരമണിക്കൂറിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിഫ്റ്റിയിലും ആ ഒരു മൂവ്മെന്റ് കാണാനായിട്ട് സാധിക്കും. എന്താണ് നമ്മളുടെ എല്ലാ കമ്പനികളുടെയും ടോപ്പ് 50 കമ്പനീസിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇത്. അപ്പൊ സോ നമ്മളുടെ ബിസിനസിനെ ബാധിച്ചാൽ, അമേരിക്കയിൽ ഒരു വാർ നടന്ന് നമ്മളുടെ റിലയൻസിന്റെ ബിസിനസിനെ അത് ബാധിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ മാർക്കറ്റും താഴത്തോട്ട് വരും. അതുകൊണ്ടാണ് ഈ സാറേ നമ്മള് നാസ്ഡാക്കും US30 ചാർട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യകത തോന്നുന്നത്. ഞാൻ വാച്ച് ചെയ്യാറില്ല. അതെന്റെ പേഴ്സണൽ വ്യൂ ആണ്. ഡെഫിനറ്റ്ലി അത് നോക്കി ട്രേഡ് എടുക്കുന്നവര് ഉണ്ടാവും. ഞാൻ ഇതുവരെ ട്രേഡ് എടുത്ത സമയങ്ങളിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിക്കാറില്ല. നമ്മളുടെ മാർക്കറ്റിലെ ബേസ് ചെയ്ത് മാത്രമാണ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാറ്. അല്ല, നാസ്ഡാക്ക് ഒരു ആഫ്റ്റർ അവറിൽ ഒരു അപ്സൈഡ് തന്ന, അപ്പൊ നിഫ്റ്റി ഒരു ആഫ്റ്റർ അവറിൽ ഡൗൺ സൈഡ് പോകുന്ന ആരോ ഒരാൾ പറഞ്ഞു, ഏതാണ് ചോദിച്ചത്.
ഇല്ല രാജേഷ്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം. കാരണം ഞാൻ യൂഷ്വലി നമ്മളുടെ മാർക്കറ്റിംഗ് മാത്രമേ നോക്കി ചാർട്ട്സും കാര്യങ്ങളും അനലൈസ് ചെയ്യാറുള്ളൂ. രാവിലെ ഗ്ലോബൽ മാർക്കറ്റ്സിലുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. എത്ര പെർസെന്റേജ് തൂങ്ങിയിട്ടുണ്ട്, ബാക്കി ഇത് മാർക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, യൂഷ്വലി ഏഷ്യൻ മാർക്കറ്റ്സ് എങ്ങനെയാണ്, ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ഓപ്പണിംഗ് ഒക്കെ എങ്ങനെയാണ്, എല്ലാ മാർക്കറ്റും പോസിറ്റീവ് ആണെങ്കിൽ നമ്മളുടെ മാർക്കറ്റിനും ഒരു പോസിറ്റീവ് സൈഡ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. സോ ഞാൻ ആ ഒരു പെർസെന്റേജ് ഓഫ് പോസിബിലിറ്റി കൂട്ടാനായിട്ട് ഈ മാർക്കറ്റുകളെല്ലാം നോക്കുന്നല്ലാതെ ഓരോ ചാർട്ടിലും ഓരോ ക്യാൻഡിൽസും അവിടുത്തെ നമ്മളുടെ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാറില്ല. ഡെഫിനറ്റ്ലി രാവിലെ നോക്കും. ട്രേഡ് ചെയ്യുന്നതിന്റെ ഇടക്ക് വേറെ മാർക്കറ്റ്സിന്റെ ഓപ്പണിങ്ങോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. നോർമലി ഒരു 12:30 ലണ്ടൻ മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതൊരു അപ്സൈഡ് ആണെങ്കിൽ നിഫ്റ്റി ഒരു ചെറിയ മൂവ്മെന്റ് ഒക്കെ കാണാറുണ്ടേ. അപ്പൊ അത് അഫക്ട് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് സാധ്യത. അല്ലല്ല, റൈറ്റ് ആയിരിക്കാം. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇന്നിപ്പോ രാശി പറഞ്ഞ ശരിയാണ്. ഇത് ഇന്ന് ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആയ സമയമാണ് 12:30. അതിനുശേഷം ആ ഒരു ഡൗൺഫോൾ ഉണ്ട്, വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്നുണ്ട്. സോ ഇനി അതിന്റെ ബേസിലാണ് ഇവിടെ മാർക്കറ്റ് വീണേന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു ഡേറ്റ അനലൈസ് ചെയ്ത് എടുക്കാറില്ല. നമ്മളുടെ ട്രേഡ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ആ ഒരു ട്രേഡ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തന്നെ പ്രോഫിറ്റിൽ ഇറങ്ങാവുന്നതേ ഉള്ളൂ. ഫ്രം സെല്ലേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ബയേഴ്സ് പോയിന്റ് വളരെ ഡിഫറെന്റ് ആണ്. ബയേഴ്സ് എല്ലാം ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഇത് നോക്കുമായിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ബിഗർ ഫോൾസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു റിയാക്ഷന് പോസിബിലിറ്റി ഉണ്ടാവും. സോ ബയേഴ്സ് അത് ചെക്ക് ചെയ്യുമായിരിക്കും. ആസ് എ സെല്ലർ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. സാർ സ്റ്റോപ്പ് ലോസ് മാനുവൽ ആയിട്ടാണോ അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് വെക്കുക ഓൾറെഡി? ഇല്ല, മാനുവലി ബുക്ക് ചെയ്തേ ഉള്ളൂ. മാനുവലി ക്ലോസ് ചെയ്യുന്നത്? അതെ, മാനുവലി ആണ് ക്ലോസ് ചെയ്യുന്നത്. ബട്ട് എന്റെ ചാർട്ടിലുണ്ടാവും. ഇങ്ങനെ ആയിരിക്കും ഞാൻ എന്റെ ചാർട്ട് ട്രേഡ് ചെയ്യാൻ നേരം. ഈ ഒരു വ്യൂവിൽ കാണുന്ന വ്യൂവിൽ തന്നെ ആയിരിക്കും ഞാൻ എന്റെ ചാർട്ട്സ് ഓപ്പൺ ആക്കി വെക്കുക. ഡെഫിനറ്റ്ലി ഇതാണ് ഇപ്പൊ എന്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഞാൻ ട്രേഡ് എടുത്ത പൊസിഷൻ ഞാൻ ഡെഫിനറ്റ്ലി ചാർട്ടിൽ ഓൾറെഡി അവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഫയർസ് ആകുന്നത് എവിടെയാണ് നമ്മൾ പൊസിഷൻ എടുത്തത്, അത് ആ ഒരു പൊസിഷൻ ഓൾറെഡി മാർക്ക്ഡ് ആയിരിക്കും. ഞാൻ സ്റ്റോപ്പ് ലോസ് ഏത് ലെവലിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കും. സപ്പോസ് മാർക്കറ്റ് നല്ലൊരു സ്പൈക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ലോസ് എല്ലാം ചാടി അങ്ങ് മേലോട്ട് പോകും. പക്ഷെ ഈ സ്പൈക്ക് നമുക്ക് എപ്പോഴും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യണമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു സ്പൈക്ക് ആയി കഴിഞ്ഞാൽ എവിടെയാണ് എക്സിറ്റ് കിട്ടുന്നത് അവിടെ ഞാൻ എക്സിറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത സ്ട്രൈക്കിലോട്ട് നീങ്ങുകയോ ഇല്ലെങ്കിൽ ആ റിവേഴ്സൽ കിട്ടിയാൽ വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ അവിടെ റീ എൻട്രി എടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. വേറെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഞാൻ സ്റ്റോപ്പ് ലോസിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. ഇതാണ് എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് കരുതുക. ജസ്റ്റ് വന്ന് മാർക്കറ്റ് എന്റെ സ്റ്റോപ്പ് ലോസിൽ ടച്ച് ചെയ്തെന്ന് കരുതുക, എന്നിട്ട് മേലോട്ട് പോയി. 65 ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് 72 വന്നു. ഞാൻ ഓൾറെഡി അതൊരു 68ഓ 67ഓ ഞാൻ അത് എക്സിറ്റ് ചെയ്യുന്ന മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ എൻട്രി എടുക്കും. ഞാൻ വീണ്ടും പോയി ഈ ഒരു പൊസിഷനിൽ ഞാൻ എന്റെ എൻട്രി വീണ്ടും പ്ലേസ് ചെയ്യും. കാര്യം എനിക്ക് ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരു എക്സാക്ട് സ്റ്റോപ്പ് ലോസ് വീണ്ടും എടുക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെയായിരിക്കും? 72ന്റെ മേളിൽ. ഞാൻ നേരത്തെ ഇവിടെ മാർക്കറ്റ് 72 വന്ന് റിവേഴ്സ് ആയാൽ എനിക്ക് 65ന്റെ താഴെ നേരത്തുള്ള എന്റെ സ്റ്റോപ്പ് ലോസിന് താഴെ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റും. സോ ഐ ജസ്റ്റ് ലൂസ് 65 നിന്ന് 67ലേക്ക് പോയി 2 രൂപയുടെ 2 പോയിന്റ്സ് മാത്രമേ എനിക്ക് ഇവിടെ ലോസ് ആവുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ട്രേഡിൽ എനിക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കിട്ടും. ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആയാൽ വീണ്ടും എനിക്ക് ആ പൊസിഷൻ ഒരു 5 രൂപ 5 പോയിന്റ്സ് ലോസിൽ എക്സിറ്റ് ചെയ്യാനായിട്ടും പറ്റും. സോ ദാറ്റ് ലിറ്ററലി ഡസന്റ് മാറ്റർ. കുഴപ്പമില്ല, പ്രശ്നം വരത്തില്ല സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ടാണ് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എക്സിറ്റ് ആൻഡ് റീ എൻറ്റർ, അതാണ് രീതി കേട്ടോ. എക്സിറ്റ് ആൻഡ് റീ എൻറ്റർ. ഓക്കെ, ഇത് ബൈ ചെയ്യുന്ന സമയത്ത് സമയമുണ്ടോ നമുക്ക് പറയാനായിട്ട്? ഓക്കെ, ഐ തിങ്ക് നമുക്ക് 2-3 മിനിറ്റും കൂടെ കിട്ടുമെന്ന് പറയാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അത് ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. സപ്പോസ് ഈ ഒരു ലെവലിൽ നമ്മൾ ബൈ ചെയ്തു, മാർക്കറ്റ് മേലോട്ട് പോയി തിരിച്ചു വന്നു, നമ്മളുടെ ബൈയിങ് ലെവലിന്റെ താഴെ ഇല്ലെങ്കിൽ എന്റെ സ്റ്റോപ്പ് ലോസ് ഇതാണെന്ന് കരുതുക. ദിസ് വാസ് മൈ സ്റ്റോപ്പ് ലോസ് 26 ആണ് എന്റെ സ്റ്റോപ്പ് ലോസ്. ഞാൻ ബൈ ചെയ്തു, എന്റെ 26ൽ വന്ന് എന്റെ സ്ട്രൈക്ക് എടുത്തു, താഴത്തോട്ട് പോയി മാർക്കറ്റ് തിരിച്ചു വന്നു ഈ ഒരു പ്രൈസ് ഉണ്ട്.
എന്റെ സ്റ്റോപ്പ് ലോസ് 26 ആയിരുന്നു. 26 മാർക്കറ്റ് വന്ന് എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി. ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തു. താഴത്തോട്ട് മാർക്കറ്റ് വന്ന് തിരിച്ച് കയറുന്ന സമയത്ത് ഞാൻ ഈ 26 തന്നെ ഞാൻ രണ്ടാമത് എൻട്രി എടുക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത്? മാർക്കറ്റ് മേലോട്ട് പോയാൽ എനിക്ക് ഇവിടെ നിന്ന് മാക്സിമം 2 പോയിന്റ്സിന്റെ ലോസേ ഉണ്ടാവത്തുള്ളൂ അവിടെ, അല്ലെ? 2 പോയിന്റിന്റെ ലോസ്. എന്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് എവിടെ വെക്കാനായിട്ട് പറ്റും? അറ്റ് 20 rupees. അപ്പൊ അഡീഷണൽ ഒരു 6 പോയിന്റ്സിന്റെ ലോസ്. ഇത് ഒരു റീടെസ്റ്റ് റീ എൻട്രി പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ സ്റ്റോപ്പ് ലോസ് എടുത്താലും ശരി, നേരത്തെ പോലെ എനിക്ക് വലിയ സ്റ്റോപ്പ് ലോസസ് എടുക്കണ്ട. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസസ് എടുത്ത് എനിക്ക് ആ ഒരു ട്രേഡിൽ വീണ്ടും റീ എൻട്രി ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കിട്ടും. സോ ബൈയിങ്ങിലും നമ്മൾക്ക് ഇതേപോലെ റീ എൻട്രി ചെയ്യാവുന്നതേ ഉള്ളൂ പൊസിഷനിൽ. ബട്ട് ഒരേ പൊസിഷനിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സിംഗിൾ പൊസിഷനിൽ തന്നെ 5 6 തവണ പോയി എൻട്രി എടുക്കരുത്. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മളുടെ ആവറേജിൽ നല്ല ഡിഫറൻസ് വരും. അത് നമ്മളെ ട്രേഡിൽ നല്ല പോലെ കൺഫ്യൂസ് ചെയ്യിക്കും. സോ ഒരിക്കലും ആവറേജ് ചെയ്തത് ആവറേജ് ചെയ്തോളൂ. ആദ്യത്തെ ഒരു എൻട്രി കിട്ടി, രണ്ടാമത്തെ എൻട്രി ലോസ് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് എങ്കിലും മാറി ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മൂവ്മെന്റിന്റെ രീതിയിലുണ്ടാകാം, നമ്മുടെ ആവറേജ് പ്രൈസിംഗിൽ വരുന്ന ഡിഫറൻസിലുണ്ടാകാം. ആ ഒരു സ്ട്രൈക്ക് മാറി ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് ദ ടൈം ഇസ് അപ്പ്. രാജ്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ ബേസ് ചെയ്ത് ചോദിക്കാനായിട്ടുണ്ടായിരുന്നോ? ചോദിക്കാം. ഇല്ല സാർ. ഓക്കെ. ഓക്കെയാണ്. സുദീപ്, വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഓക്കെയാണ് സാർ. ഇത് വളരെ ഉപകാരപ്പെട്ട കുറെ കാര്യങ്ങൾ ഇന്ന് കിട്ടി. അവസാനത്തെ സ്ട്രൈക്കിന്റെ കേസ് ഒരേ സ്ട്രൈക്കിൽ തന്നെ 3-4 പ്രാവശ്യം ഞാൻ എടുക്കാറുണ്ട്. എന്നിട്ട് ലോസ് മുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് പോയിന്റ് മനസ്സിലായത്. ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അല്ലേ, ഒരു ഓക്കെ ഒരൊറ്റ സുദീപ്. കച്ചിത്തുരുമ്പ് കിട്ടിയത്. ചില പോയിന്റുകൾ എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. താങ്ക് യു. ഞാൻ അത് ഒരേ ഉപകാരപ്പെടുന്നുണ്ടെന്ന് കാണുന്നതിൽ സന്തോഷം. സെയിം സ്ട്രൈക്കിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സാർ എന്നും ഞാൻ ഒഴിവ് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. കൊള്ളാം. ഇത് ഫ്രം ഈച്ച് വീഡിയോ, ഒരു വീഡിയോയിൽ നിന്ന് ഒരു ഒറ്റ കാര്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ട്രൈക്ക് ആവത്തുള്ളൂ. ഏതെങ്കിലും ഒരു കേസ് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആകത്തുള്ളൂ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. മോസ്റ്റ്ലി സെക്ഷൻസ് അറ്റൻഡ് ചെയ്താലും മാക്സിമം വൺ തിങ്, ഒരു കാര്യമേ കിട്ടത്തുള്ളൂ. ഞാൻ പണ്ടും അങ്ങനെയായിരുന്നു. പഠിക്കുന്ന സമയങ്ങളിൽ വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഒരു വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിരിക്കും. സോ ദാറ്റ് ലിറ്ററലി ഹെൽപ്പ്. എന്നെ ആ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ ആവട്ടെ. ഒരു കാര്യം ഒരു വീഡിയോയിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സുധീർ പറഞ്ഞ പോലെ വളരെ സന്തോഷം. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് കാണുന്നതിൽ സന്തോഷം. ഈ എഫേർട്ട് എടുക്കുന്നതിൽ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുന്നതിൽ വളരെ സന്തോഷം സുധീർ. സോ താങ്ക് യു രാജേഷ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഓക്കെ ഗൈസ്, താങ്ക് യു. Thank you, sir. നാളെ Thanks, sir. ബൈ. ടേക്ക് കെയർ. നാളെ കാണാം. ഓക്കെ. ഓക്കെ.